ചരിത്രം തോറ്റവരുടെ കഥ പറയാറില്ല, പക്ഷേ ഒരിക്കൽ തോൽക്കാൻ വിസമ്മതിച്ച ഒരു ജനത ചരിത്രത്തെ തന്നെ തിരുത്തി എഴുതി. 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യം, കരീബിയൻ കടലിലെ സെയിന്റ് ഡൊമാങ്ക് എന്ന ദ്വീപ്, അന്നത്തെ ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു. അത് ലോകത്തെ ഏറ്റവും വലിയ പഞ്ചസാര ഉൽപാദകർ. എന്നാൽ ആ ആഡംബരത്തിന് പിന്നിൽ ഒരു കറുത്ത രഹസ്യമുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ മനുഷ്യരുടെ വിയർപ്പും രക്തവും. അടിമ എന്ന വാക്കിന് മുകളിൽ ഫ്രഞ്ച് ചങ്ങലകൾ മുറുകിയപ്പോൾ അവിടെ ഒരു വിപ്ലവം കനലായി എരിയുകയായിരുന്നു. ഈ വിപ്ലവത്തിന്റെ തലച്ചോറ് ടൂസേൻ ലോവർച്ചൂർ എന്ന പ്രതിഭയായിരുന്നു. വെറുമൊരു പോരാളിയായിരുന്നില്ല അദ്ദേഹം, യുദ്ധതന്ത്രങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും തമ്പുരാനായിരുന്നു. ഫ്രഞ്ച് വിപ്ലവം പകർന്നു നൽകിയ സ്വാതന്ത്ര്യം, സമത്വം എന്നീ ആശയങ്ങൾ അദ്ദേഹം സ്വന്തം ജനതയ്ക്ക് ആവേശമാക്കി മാറ്റി. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ലോകം കീഴടക്കാനുള്ള മോഹങ്ങൾക്ക് മുന്നിൽ ലൂവർച്ചർ ഒരു വൻമതിലായി നിന്നു. അടിമത്തത്തിന്റെ ചങ്ങലകൾ ആയുധങ്ങളായി മാറുന്ന അത്ഭുതമാണ് പിന്നീട് ലോകം കണ്ടത്. സ്പെയിനിനെയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഒരേ സമയം ചതുരംഗക്കളത്തിൽ വിറപ്പിച്ച രാഷ്ട്രീയ നീക്കങ്ങൾ. 1802 ലൂവർച്ചർ ചതിയിലൂടെ തടവിലാക്കപ്പെട്ടെങ്കിലും വിപ്ലവത്തിന്റെ കനലണഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ജീൻ ജാക്വസ് ഡെസലൈൻസ് രണഭൂമിയിലിറങ്ങി. 1803 വിഖ്യാതമായ വേർട്ടിയേഴ്സ് യുദ്ധം യൂറോപ്പിലെ ഏറ്റവും മികച്ച സൈന്യത്തെ സ്വന്തം മണ്ണിൽ നിന്ന് തുരത്തിയോടിക്കാൻ ഒരു ജനത ഒന്നിച്ചു നിന്നു. വെടിയുണ്ടകളേക്കാൾ കരുത്തുണ്ടായിരുന്നു അവരുടെ സ്വാതന്ത്ര്യദാഹത്തിന്. ഫ്രഞ്ച് ആധിപത്യം തകർന്നടിഞ്ഞു. സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിന് മേൽ ഹെയ്തിയൻ പോരാളികൾ വിജയം കൊയ്തു. 1804 ജനുവരി 1 ലോകം ശ്വാസമടക്കി പിടിച്ചുകേട്ട ആ പ്രഖ്യാപനം വന്നു. ഹെയ്തി സ്വതന്ത്രമാണ്. ലോകത്തെ ആദ്യത്തെ കറുത്തവർദ്ധ റിപ്പബ്ലിക്. ഒരു ജനത തങ്ങളുടെ ഉടമസ്ഥരെ പരാജയപ്പെടുത്തി സ്വന്തം രാജ്യം സ്ഥാപിച്ച ചരിത്രത്തിലെ ഏക നിമിഷം. ഈ സ്വാതന്ത്ര്യത്തിന് അവർക്ക് വലിയ വില നൽകേണ്ടി വന്നു. ഫ്രാൻസ് ചുമത്തിയ കനത്ത പിഴകൾ പതിറ്റാണ്ടുകളോളം ആ രാജ്യത്തെ സാമ്പത്തികമായി വേട്ടയാടി. എങ്കിലും ഹെയ്തി എന്ന പേര് ഇന്നും ലോകത്തെ ഓർമ്മിപ്പിക്കുന്നതൊന്നാണ്. അധികാരത്തെക്കാൾ വലുതാണ് ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അടങ്ങാത്ത ആവേശം. ഹെയ്തി ഒരു കഥയല്ല, അതൊരു മുന്നറിയിപ്പാണ്. മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ്.